നമ്മൾ മത്സ്യവും എഗ്ഗും മട്ടനും ചിക്കനും പോർക്കും ബീഫും എല്ലാം തിന്നിട്ട് എത്ര സുഖകരമായിട്ടാണ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവിടെ ഈ മരിച്ചു പോയിട്ടുള്ള നമ്മൾ കൊന്നു തള്ളിയിട്ടുള്ള ജീവികളുടെ ആത്മാക്കൾ ശല്യപ്പെടുത്തുമെന്നുള്ള യാതൊരുവിധ മാനസിക വൈഷമ്യവും നമുക്കില്ല. അതിനെക്കുറിച്ച് യാതൊരുവിധ ചിന്തയും നമുക്കില്ല. അപ്പോൾ അത് നമുക്ക് സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവരെ മൂക്കുമുട്ട ആഹരിക്കുമ്പോഴും അവരുടെ ആത്മാക്കൾ നമ്മളെ ഉപദ്രവിക്കുമെന്നോ അവരുടെ ആത്മാക്കളെ അവാഹിക്കുമെന്നോ നമുക്കൊരു തോന്നലില്ല. കാരണം നമുക്ക് ആ സത്യം അറിയാം. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ എത്ര ക്രൂരമായിട്ടാണോ ആ ജീവജാലങ്ങളെ കൊന്നിരിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ആ ജീവജാലങ്ങൾക്ക് ഈ ഭൂമിയിൽ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ള നമ്മളാണ് നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ ആത്മാവിനെ വെച്ച് വിലപേശുന്നത് എന്ത് ധാർമ്മികതയാണുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇതെന്ത് സിദ്ധാന്തമാണ്? ഇത് സിദ്ധാന്തമല്ല, സിദ്ധാന്തമാണ്. നമസ്തേ, പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആത്മാവിനോട് സംസാരിക്കുന്നവർ, പ്രേതത്തോട് സംവദിക്കുന്നവർ, ആത്മാവിനെ ആവാഹിക്കുന്നവർ, അവരുടെ പിറകെ നടക്കുന്നവർ, അവരുടെ വാക്കുകളെ വിശ്വസിച്ച് വലിയ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ഹോമങ്ങളും എല്ലാം നടത്താനായിട്ട് കച്ചമുറുക്കി ഇറങ്ങുന്നവരോട്, അവരോടാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കുറച്ച് സംശയങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. മരണശേഷം മനുഷ്യന് മാത്രമാണോ ആത്മാവുള്ളത്? മനുഷ്യന് മാത്രമാണോ മരണശേഷം പ്രേതമുള്ളത്? ആണോ? ആത്മശക്തി സർവ്വചരാചരങ്ങൾക്കുമുണ്ട്. സസ്യലോകം എന്ന് പറഞ്ഞാൽ ജീവാത്മശക്തിയാണ്. അതിൽ നിന്നും ജനിച്ച പരമാത്മ ചൈതന്യത്തിന് എല്ലാം ആത്മാവുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അറിവുണ്ട്. സർവ ജീവനിലും ആത്മാവ് വസിക്കുന്നു. സർവ്വജീവനിലും ആത്മാവ് കുടികൊള്ളുന്നു. ആത്മശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവെന്നാണ്. അപ്പോൾ അറിവിനാൽ സഞ്ചരിക്കുന്ന, അറിവിനാൽ ജീവിക്കുന്ന സകല ജീവലോകത്തിനും എന്തുണ്ട്? ആത്മാവുണ്ട്. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ചേരുമ്പോഴാണ് എന്താകുന്നത്? ഒരു പരമാത്മ ചൈതന്യമാകുന്നത്, ചരിക്കുന്ന ജീവലോകമാകുന്നത്. മരണശേഷം ഏതെങ്കിലും മനുഷ്യനുൾപ്പെടെയുള്ള ജീവലോകത്തിന് ശരീരത്തെ നിലനിർത്താൻ കഴിയുമോ? ഇല്ല. അത് അഴുകി മണ്ണായി മാഞ്ഞു പോകും, അല്ലേ? അസ്ഥികൾ വരെ മാഞ്ഞു പോകും. മനസ്സുണ്ടാവുമോ? മരണശേഷം മനുഷ്യന് മനസ്സുണ്ടാവുമോ? ഇല്ല. ആത്മാവുണ്ടാവോ? ഇല്ല. ഇതെല്ലാം ത്രിഗുണ വൈഭവമാണ്. അപ്പോൾ മരണത്തോട് കൂടിയിട്ട് ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്നത് മൂന്നായിട്ട് വിഭജിച്ചു പോകും, മൂന്നായി പിരിഞ്ഞു പോകും. മൂന്ന് കാലങ്ങൾക്ക് കാരണമായിരിക്കുന്ന വൈഭവമാണ് ആത്മാവ്, മനസ്സ്, ശരീരം. ഭാവി, ഭവി, ഭൂതം എന്ന് പറയുന്ന ആ ത്രിഗുണ വൈഭവത്താലാണ് സമയം ജനിക്കുന്നത്. അപ്പോൾ ആത്മാവും നഷ്ടപ്പെട്ടു പോകും, മനസ്സും നഷ്ടപ്പെട്ടു പോകും, ശരീരവും നഷ്ടപ്പെട്ടു പോകും. മരണശേഷം നമ്മുടെ മനസ്സെങ്ങോട്ടാണ് പോകുന്നത്? ഈ ആത്മാവ് സഞ്ചരിച്ച് നടക്കും, കൂട് വിട്ട് കൂടുമാറുമെന്ന് പറയുന്നവർ മനസ്സിൻ്റെ കാര്യത്തിലൊന്നും മിണ്ടാത്തതെന്താണ്? ഏതെങ്കിലും മരണപ്പെട്ട വ്യക്തിയുടെ ശരീരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും അതെന്താവും? മണ്ണായി മാഞ്ഞു പോകും. അപ്പോൾ ഈ ത്രിഗുണം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ദൈവ, ജൈവ, ശൈവ ഗണങ്ങളുടെ വൈഭവമായിരിക്കുന്ന ആ പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കണം. ആത്മാവിൻ്റെ സ്ട്രോങ് റൂമിനകത്ത് പ്രവേശനമുള്ള ആർക്കാണെന്നറിയോ? അവിടെ ഓപ്പൺ ചെയ്ത് കയറാൻ പറ്റുന്നത് മനസ്സിന് മാത്രമാണ്. അതായത് ബ്രെയിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് മനസ്സിന് മാത്രമേ കഴിയുള്ളൂ. മനസ്സാണ് ബ്രെയിൻ്റെ കീ. ആത്മാവിനെ പ്ലേ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മനസ്സുകൊണ്ടാണ്. അല്ലാതെ പ്ലേ ചെയ്യാൻ പറ്റില്ലത്. നമ്മളുടെ ബ്രെയിൻ അവിടെ ഇരിക്കുന്നു എന്ന് ഓർത്തിട്ട് അതിനെ പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം. മനസ്സില്ലെങ്കിൽ ആത്മാവിനെ പ്ലേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് മനസ്സുണ്ടോ? ഉണ്ടോ? മനസ്സിനെ ഓപ്പൺ ചെയ്യണമെങ്കിലോ? മനസ്സ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂക്ഷ്മഗണമായിരിക്കുന്ന മനസ്സ്, അദൃശ്യത്തോട് സദൃശ്യമായിരിക്കുന്ന മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. ഇല്ലെങ്കിൽ മനസ്സുണ്ടോ? ശരീരമില്ലെങ്കിൽ മനസ്സുണ്ടോ? ഇല്ല. ശരീരമില്ലെങ്കിൽ മനസ്സില്ല, മനസ്സില്ലെങ്കിൽ എന്തുമില്ല? ആത്മാവില്ല. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ചേർന്നിട്ടാണ് പരമാത്മ ചൈതന്യമായിട്ടുള്ള ജീവലോകം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം അബദ്ധങ്ങളാണ് നമ്മളുടെ ആളുകൾ വന്നിരുന്ന് പറയുന്നത്. നമ്മുടെ പുതുതലമുറയെ വഴിതെറ്റിക്കുകയാണ്, പറഞ്ഞ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. സങ്കടം വരുവാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ.